Hi, welcome to Renisha CS Edu World. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. നമുക്ക് ബൂളിയൻ എക്സ്പ്രഷന് രണ്ട് പർപ്പസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞെങ്കിൽ ദേ ആർ യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടിങ് ദ ലോജിക്കൽ വാല്യൂസ്. ലോജിക്കൽ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ദേ ആർ ഓൾസോ യൂസ്ഡ് ആസ് കണ്ടീഷണൽ എക്സ്പ്രഷൻസ് യൂസിങ് ഇഫ് ദെൻ എൽസ് ഓർ വൈൽ ഡു. ഒന്നുകിൽ നമുക്ക് അത് ഇതിനകത്തൊക്കെ കണ്ടീഷണൽ എക്സ്പ്രഷൻ യൂസിങ് ഇതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം ഇഫ് എൽസിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഡു വൈലിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാം. അപ്പം ഒരു ലോജിക്കൽ വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കണ്ടീഷണൽ എക്സ്പ്രഷൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബൂളിയൻ വാല്യൂസ്, ബൂളിയൻ എക്സ്പ്രഷൻസ്. അപ്പം ഒരു ബൂളിയൻ എക്സ്പ്രഷൻ്റെ പ്രൊഡക്ഷൻ ആണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇ ഇംപ്ലൈസ് ഇ ഓർ ഇ. ഓക്കെ, ഇ ഇംപ്ലൈസ് ഇ ഓർ ഇ, അല്ലെങ്കിൽ ഇ ഇംപ്ലൈസ് ഇ ആൻഡ് ഇ, അല്ലെങ്കിൽ ഇ ഇംപ്ലൈസ് നോട്ട് ഇ, ഇ ഇംപ്ലൈസ് ബ്രാക്കറ്റ് ഇ, E implies ID, relational operator ID. E implies true. E implies false. ഇതാണ് ഒരു ബൂളിയൻ എക്സ്പ്രഷന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു ഒക്കെയാണ്. ഇനിയും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആൻഡ്, ഓർ. ഓക്കെ, ആൻഡും ഓറും ലെഫ്റ്റ് അസോസിയേറ്റഡ് ആണ്, ലെഫ്റ്റി അസോസിയേറ്റഡ് ആണ് ആൻഡും ഓറും. നോട്ടിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത്, നോട്ടിനായിരിക്കും. ആൻഡിനെയും ഓറിനെക്കാട്ടിലും പ്രസിഡൻസ് കൂടുതൽ ഏതാണ്? നോട്ടിനാണ്. ആൻഡ് നോട്ട് കഴിഞ്ഞാൽ ആൻഡിനാണ് പ്രസിഡൻസ്, പിന്നെ ആൻഡ് കഴിഞ്ഞാൽ ഓറിന്. ഇങ്ങനെയാണ് പ്രസിഡൻസ് വരുന്നത് റിലേഷണൽ ഓപ്പറേഷൻ ബൂളിയൻ എക്സ്പ്രഷന്റെ കേസിൽ. അപ്പം ആൻഡ് ഓർ നോട്ടിന് ഹയർ പ്രസിഡൻസ് നോട്ടിന്, പിന്നെ ആൻഡ്, പിന്നെ ഓർ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ട്രാൻസ്ലേറ്റിംഗ് ബൂളിയൻ എക്സ്പ്രഷൻ. ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ടാണ് ബൂളിയൻ എക്സ്പ്രഷനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്? There are two methods, principal method of representation ആണുള്ളത്. ബൂളിയൻ എക്സ്പ്രഷൻ റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് പ്രിൻസിപ്പൽ മെത്തേഡ് ആണുള്ളത്. ഫസ്റ്റ് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ ആൻഡ് സെക്കൻഡ് ഇസ് ജമ്പിംഗ് മെത്തേഡ് ഓർ ഷോർട്ട് കട്ട് മെത്തേഡ്. But there are two type of representation, numerical representation and jumping method. അപ്പോൾ ഈ ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് to encode true or false numerically and to evaluate a boolean expression analogously to an arithmetic expression. Often 1 is used to denote true and 0 is used to false. ഇപ്പം ന്യൂമറിക്കൽ എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, ബൂളിയൻ എക്സ്പ്രഷൻ്റെ അകത്ത് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ആൻഡ് ഓർ നോട്ട്. ഓക്കെ, അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ആൻഡും ഓറും നോട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ മീൻസ് 1 ആൻഡ് ഫോൾസ് മീൻസ് 0 എന്നാണ്. അപ്പം അങ്ങനെ കിട്ടുക. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അതായത് ആൻഡ് ഓർ നോട്ട് വെച്ചിട്ടായിരിക്കും നമ്മളത് എക്സ്പ്രഷൻസ് എഴുതുന്നത്. ഇപ്പം രണ്ട് എക്സ്പ്രഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ 1 ആൻഡ് എക്സ്പ്രഷൻ 2, അല്ലെങ്കിൽ എക്സ്പ്രഷൻ 1 ഓർ എക്സ്പ്രഷൻ 2, അല്ലെങ്കിൽ നോട്ട് എക്സ്പ്രഷൻ 1, ഇങ്ങനെയൊക്കെ എഴുതുന്നതാണ് ന്യൂമറിക്കൽ റെപ്രസെന്റേഷൻ. അതിൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ജമ്പിംഗ് മെത്തേഡ് ആണ്. ജമ്പിംഗ് മെത്തേഡ് ഇസ് അനദർ നെയിം ഓഫ് ജമ്പിംഗ് മെത്തേഡ് ഇസ് ഷോർട്ട് കട്ട് മെത്തേഡ് ആണ്. നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ to implement a Boolean expression by flow of control, that is representing the value of Boolean expression by a position reached in the program. ഓക്കെ, അതായത് നമ്മളിപ്പം ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ, ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാനായിട്ട് ബൂളിയൻ എക്സ്പ്രഷൻ ഇത് നമുക്ക് യൂസ് ചെയ്യും.
അപ്പോൾ ആ ഫ്ലോ ഓഫ് കൺട്രോളിൻ്റെ അത് നമ്മൾ ചെയ്യുന്നത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ആ ബൂളിയൻ എക്സ്പ്രഷനെ അത് ഇവാലുവേറ്റ് ചെയ്യും. ആ കിട്ടുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ബൂളിയൻ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം നമുക്ക് ഇഫ് ദെൻ എൽസ് അല്ലെ, ഇഫ് ദെൻ എൽസ്, പിന്നെ ഡു വൈൽ, ഓക്കെ, ഇങ്ങനത്തെ കേസുകളിൽ, അതായത് ഒരു എക്സ്പ്രഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കേസുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ മെത്തേഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂവോ അല്ലെ ഫോൾസ് ആയിരിക്കും കിട്ടുക. ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക, ഫോൾസ് ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് പർട്ടിക്കുലർലി കൺവീനിയൻറ്റ് in implementing the Boolean expression in flow of control statements such as if, then and while do. അപ്പോൾ ഇത് കൂടുതൽ ഈ മെത്തേഡ് യൂസിൽ കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുമ്പോഴാണ് ഇഫ് ദെൻ എൽസ് അല്ലെങ്കിൽ ഡു വൈൽ യൂസ് ചെയ്യുന്ന കേസുകളിലാണ് ഇത് കൺവീനിയൻറ്റ്. അപ്പം ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞു. ഹിയർ വൺ ഡിനോട്ട് ദ ട്രൂ. ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനകത്ത് എന്തിൻ്റെ അത് ആയിക്കോട്ടെ, നമ്മൾ ബൈനറിക്കകത്ത് 0 റെപ്രസെൻറ്റ് ദ ട്രൂ ആണ്, 1 റെപ്രസെൻറ്റ് ദ ട്രൂ ആൻഡ് 0 എന്ന് പറയുന്നത് എന്താണ്, ഫോൾസ് ആണ്. അപ്പം ബൂളിയൻ്റെ അകത്ത് നമ്മൾ 0 എന്ന് പറയുന്ന ഫോൾസും 1 എന്ന് പറയുന്നത് ട്രൂ ആണ്. എക്സ്പ്രഷൻ വിൽ ബി ഇവാലുവേറ്റഡ് കംപ്ലീറ്റ്ലി ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇൻ എ മാനർ സിമിലർ ടു അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. അരിത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ പോലെ തന്നെ ഇതെന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. അപ്പം നമ്മൾ ഒരു ന്യൂമറിക്കൽ മെത്തേഡിനകത്ത് ഞാൻ പറഞ്ഞത് ഇപ്പം T1 എന്ന് പറയുവാണ്. ഇത് T1 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നോട്ട് സി. ഇവിടെ എയും ബിയും സി എന്ന് പറയുന്നത് എന്താണ്, 3 ഓപ്പറൻസ് ആണ്. അപ്പോൾ T1 എന്ന് പറയുന്നത് എന്താ, നോട്ട് സി എന്നാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് 3 അഡ്രസ് കോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം നോട്ട് സി ഇത് ഓക്കെ, 3 അഡ്രസ് കോഡ് ഇവിടെ ഉള്ളൂ. ഇവിടെ ബി ആൻഡ് T1, ബി എന്ന് പറയുന്നത് ഒരു ഓപ്പറൻ്റ് ആണ്, ബി ആൻഡ് T1. ഓക്കെ, പിന്നെ എ ഓർ T2 ഇതെന്നൊക്കെ പറയുന്നതാണ് 3 അഡ്രസ് കോഡ് നമ്മൾ ഈ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. പിന്നെ അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഈ ആൻഡ് ഓറും എന്താണ്, ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ഇവിടെ നോട്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് കമ്പയർ ടു ഏതാണ്, ആൻഡിനും ഓറിനെക്കാട്ടിലും. ഓക്കെ, നോട്ടിനായിരിക്കും ഹയർ പ്രസിഡൻസ്, പിന്നെ ആൻഡ്, പിന്നെ ഓർ, ഇങ്ങനെയായിരിക്കും പ്രസിഡൻസ് ഇത് വരുന്നത്. അപ്പം ട്രാൻസ്ലേഷൻ സ്കീമാണ്. ട്രാൻസ്ലേഷൻ സ്കീം യൂസ്ഡ് എ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ സ്കീം എഴുതുന്നത്, ഒരു ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ ആണ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞേക്കുന്ന പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഈ ഇംപ്ലൈസ് E1 ഓർ E2. ന്യൂമറിക്കലാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ഓർ അല്ലേ, ആൻഡ് ഓർ നോട്ട് എന്നാണ്. അപ്പം ആൻഡ് എന്നുള്ളതിനാണ് ഈ പ്ലസ് ഇട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് ഓർ നോട്ട്, പിന്നെ ട്രൂവും ഫോൾസും, പിന്നെ ജസ്റ്റ് എക്സ്പ്രഷൻ, ഇത്രയുമാണ് ന്യൂമറിക്കലിനകത്ത് നമുക്ക് വരുന്നത്. അതാണ് ഈ പ്രൊഡക്ഷൻ റൂളിനകത്ത് ഇരിക്കുന്ന ഇത്രയും കണ്ടീഷൻസ് ആണ് ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷനകത്ത് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോഴത്തേന് ഈ ഇംപ്ലൈസ് E1 ഓർ E2. അപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഇ ഡോട്ട് പ്ലേസ്. ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെമ്പ് എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ ഒരു പുതിയൊരു ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ ന്യൂ ടെമ്പ് എന്ന് പറയുമ്പോൾ പുതിയൊരു ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യും, ഇ ഡോട്ട് പ്ലേസ്. എമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എമിറ്റ് ഈസ് എ ഫങ്ഷൻ, ഒരു ഫങ്ഷനാണ്. ഔട്ട്പുട്ട് ദ 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ടു ദ ഔട്ട്പുട്ട് ഫയൽ. ഈ 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റിനെ ഔട്ട്പുട്ട് ഫയലിലേക്ക് എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് എമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഈ 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് എവിടോട്ട് എഴുതുക, ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യാനായിട്ടാണ് എമിറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ എമിറ്റ് എന്ന് പറയുമ്പം ഇതിനെ എടുത്തിട്ട് ഔട്ട്പുട്ട് ഫയലിലേക്ക് എഴുതും. എങ്ങനെ കൊടുക്കുക, ഇ ഡോട്ട് പ്ലേസ്. നമ്മൾ ടെമ്പററി നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു, അതാണ് ഇ ഡോട്ട് പ്ലേസ്. ഇപ്പം ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ് ഓർ E2 ഡോട്ട് പ്ലേസ്. ഇതാണ് ഇവിടുത്തെ 3 അഡ്രസ് കോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് ഇവിടെ ആൻഡ് ആണ്, E1 ആൻഡ് E2 ആണ്. അപ്പം ഇ ഡോട്ട് പ്ലേസ്
ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ് എന്ന് പറയുമ്പോൾ പുതിയ ടെമ്പററി വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എമിറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ഫയലിലേക്ക് ഈ 3 അഡ്രസ് കോഡിനെ എഴുതുക. എങ്ങനെ എഴുതുക? ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു, ഇത് ജസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി, E1 ഡോട്ട് പ്ലേസ് ആൻഡ് E2 ഡോട്ട് പ്ലേസ് എഴുതി. ഇനി നോട്ടാണ്. നോട്ടായി കഴിയുമ്പോഴും ഇവിടെ എന്ത് വേണം? നമ്മൾ ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഇ ഡോട്ട് പ്ലേസ് ഈസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. ഓക്കെ. ഇനി എമിറ്റ് എന്ന് പറയുമ്പോൾ 3 ഔട്ട്പുട്ട് ഫയലിലേക്ക് നമുക്ക് റൈറ്റ് ചെയ്യും. ഈ 3 അഡ്രസ് കോഡിനെ എങ്ങനെ എടുക്കുക? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു നോട്ട് E1 ഡോട്ട് പ്ലേസ്. ഓക്കെ. പിന്നെ ഇ ഇംപ്ലൈസ് ബ്രാക്കറ്റ് E1 എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ടെമ്പററി വേരിയബിളിൻ്റെ ആവശ്യമില്ല, അല്ല. ഈ ഇരിക്കുന്നതിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി, E1ൻ്റെ വാല്യൂവിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു E1 ഡോട്ട് പ്ലേസ്. ഇവിടെ വരുമ്പോഴത്തേന് ഈ ഇംപ്ലൈസ് ID റിലേഷണൽ ഓപ്പറേറ്റർ ID2 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം E1 റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെയാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? ഈ ഡോട്ട് പ്ലേസിന് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ടെമ്പററി വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതാ പറഞ്ഞാൽ ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. എമിറ്റ് നമുക്കിതിനെ ഔട്ട്പുട്ട് ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം ഈ 3 അഡ്രസ് കോഡിനെ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇഫ് ID ഡോട്ട് പ്ലേസ് ഈസ് റിലേഷണൽ ഓപ്പറേറ്റർ, അതാണ് കൊടുത്തിരിക്കുന്നത്. ID ഡോട്ട് പ്ലേസ് റിലേഷണൽ ഓപ്പറേറ്റർ ഡോട്ട് ഓപ്പ് എന്ന് പറയാം. ഇതൊരു റിലേഷണൽ ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്റർ ആണെന്ന് കാണിക്കുകയാണ്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ ഡോട്ട് ഓപ്പ് ID2 ഡോട്ട് പ്ലേസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആണെങ്കിൽ ഈ റിലേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൂവും വരും ഫോൾസും വരും. അപ്പോൾ ഗോ ടു, ഓക്കെ, ഇവിടെ പറയുവാണ് എന്താ ചെയ്യേണ്ടത്? ഗോ ടു നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3. നെക്സ്റ്റ് സ്റ്റാർ ഗിവ് ദ ഇൻഡെക്സ് ഓഫ് നെക്സ്റ്റ് 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഔട്ട്പുട്ട് സീക്വൻസ്. ഓക്കെ. അപ്പം നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴത്തേന് എന്ത് കിട്ടും? ഇൻഡെക്സ് ഓഫ് നെക്സ്റ്റ് 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ ദ ഔട്ട്പുട്ട് സീക്വൻസ്. ഔട്ട്പുട്ട് സീക്വൻസിൻ്റെ അകത്ത് ഇൻഡെക്സ് നെക്സ്റ്റ് 3 അഡ്രസ് കോഡിൻ്റെ ഇൻഡെക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എമിറ്റ് എന്ന് പറഞ്ഞ് എമിറ്റ് ഇവിടെ എന്താ? എമിറ്റ് ഇൻക്രിമെന്റ്സ് നെക്സ്റ്റ് സ്റ്റാർട്ട് ആഫ്റ്റർ പ്രൊഡ്യൂസിങ് ഈച്ച് 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ്. എമിറ്റ് ഇൻക്രിമെന്റ് ചെയ്യണം ഓരോ പ്രാവശ്യം ഈ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇവിടെ നോക്കിക്കേ. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളിത് ചെക്ക് ചെയ്തു. ഗോ ടു എന്ത് വേണം? നെക്സ്റ്റ് സ്റ്റാർ. നെക്സ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് ഇൻഡെക്സ് ആണ്, അല്ലേ? നെക്സ്റ്റ് ഇൻഡെക്സ് 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ഇനി ഔട്ട്പുട്ടിൽ എവിടെ ആയിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3 ആണ്. നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3 ആണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേന് എന്ത് വരും? എമിറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ട് വരും? ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3 ആണെങ്കിൽ എമിറ്റിൻ്റെ ഇ ഡോട്ട് പ്ലേസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എമിറ്റ് നെക്സ്റ്റ് ഗോ ടു നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 2 ആണെങ്കിൽ എവിടെ ആയിരിക്കും? എമിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പം ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ചെക്ക് ചെയ്തു. ഗോ ടു നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3, നെക്സ്റ്റ് ഇൻഡെക്സ് 3ലേക്ക് പോയിന്റ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3 ഇനി എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യേണ്ടത്? അത് ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിലാണ് നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 3. അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 2 ആണ്. ഗോ ടു ഓഫ് നെക്സ്റ്റ് സ്റ്റാർ പ്ലസ് 2 ആണെങ്കിൽ എങ്ങോട്ട് പ്ലേസ് ചെയ്യണം? ഇ ഡോട്ട് പ്ലേസിനകത്ത് 1 ആയിരിക്കും. ഇനി ഇ ഇംപ്ലൈസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഈ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ 1 ആണ്, അല്ലേ? ട്രൂ എന്ന് പറയുന്ന 1 ആണ്. അപ്പോൾ അത് എഴുതിയാൽ മതി. ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇ ഡോട്ട് പ്ലേസിൽ എന്ത് ചെയ്യാം? ട്രൂ എന്നുള്ളത് 1 എന്നുള്ളത് അവിടെ സ്റ്റോർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഇ ഇംപ്ലൈസ് ഫോൾസ് മാത്രം വരാം. അപ്പോൾ ഇതുപോലെ ഒരു ടെമ്പററി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇ ഡോട്ട് പ്ലേസ് ഇസ് ഈക്വൽ ടു ന്യൂ ടെമ്പ്. എമിറ്റ് എന്ന് പറയുന്നത് ഇ ഡോട്ട് പ്ലേസിൽ എന്ത് ചെയ്യാം? 0. ഫോൾസ് എന്ന് പറഞ്ഞെങ്കിൽ 0 ആണ്. അതിനെ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ലേഷൻ സ്കീം. ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ്റെ ന്യൂമറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ സ്കീം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി ജമ്പ് ഓർ ഷോർട്ട് സർക്യൂട്ട് കോഡ് ആണെങ്കിൽ, ജമ്പ് ഓർ ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ എന്താണ്? വി ക്യാൻ ഓൾസോ ട്രാൻസ്ലേറ്റ് ബൂളിയൻ എക്സ്പ്രഷൻ ഇൻ ടു 3 അഡ്രസ് കോഡ് വിത്തൗട്ട് ജനറേറ്റിംഗ് കോഡ് ഫോർ എനി ഓഫ് ദ ബൂളിയൻ എക്സ്പ്രഷൻ and without having the code necessarily evaluate the entire expression. അപ്പം
നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. വി ക്യാൻ ഓൾസോ ട്രാൻസ്ലേറ്റ് എ ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷനെ ഒരു 3 അഡ്രസ് കോഡിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും വിത്തൗട്ട് ജനറേറ്റിംഗ് ദ കോഡ് ഫോർ. നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാതെ എന്തുവാണ് എനി ഓഫ് ദ ബൂളിയൻ ഓപ്പറേറ്റർ ആൻഡ് വിത്തൗട്ട് ഹാവിങ് ദ കോഡ് നെസസറി ഇവാലുവേറ്റ് ദ എൻ്റർ എക്സ്പ്രഷൻ. നമുക്ക് ഫുള്ള് എൻ്റർ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 അഡ്രസ് കോഡിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തുവാണ് ഷോർട്ട് സർക്യൂട്ട് ഓർ ജംപ് കോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സ്റ്റൈലിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ഓർ ജംപ് എന്ന്. അതായത് എല്ലാ കോഡും അല്ലാതെ ഒരു എൻ്റയർ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യാതെ, ഓക്കെ, നമുക്ക് എൻ്റയർ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മൾ 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഷോർട്ട് സർക്യൂട്ട് ഓർ ജംപ് കോഡ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി ഈ ജംപ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഫ്ലോ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്താണ്. അതായത് ഇഫ് ദെൻ എൽസ്, വൈൽ ഡു, ഇതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മളൊരു പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഈക്വൽ ടു ഇഫ് ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് ഒരു സാധാരണ ഒരു സിമ്പിൾ ഇഫ് ദെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇഫ് ഒരു എക്സ്പ്രഷൻ കാണും, ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതോ ഇഫ് ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ S1 അല്ലെങ്കിൽ S2 എക്സിക്യൂട്ട് ചെയ്യാം. വൈലാണെങ്കിലോ ഇവിടെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ S1, ഓക്കെ, പിന്നെ ഇവിടെ തിരിച്ചു വരും, എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും, ട്രൂ ആണോ നോക്കും, ട്രൂ ആണെങ്കിൽ S1, ഫോൾസ് ആകുന്നത് വരെ അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ഇത് കാണിച്ചത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഇഫ് ദെൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ S1 എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പം ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇഫ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും അത് പോവാം. ഇഫ് ദെൻ എൽസ് ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ട്രൂ ആണെന്നുണ്ടെങ്കിൽ X1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനിയും S1 എക്സിക്യൂട്ട് ചെയ്തിട്ട് S1 തീർന്നു കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ വെളിയിലുള്ള ഇപ്പം S1 നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഇഫ് ദെൻ കഴിഞ്ഞിട്ടുള്ളിടത്തോട്ടായിരിക്കും, എൽസ് കഴിഞ്ഞിട്ടുള്ള പാർട്ടിലേക്കായിരിക്കും ഇത് പോകുന്നത്. ഇപ്പം ഇവിടെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, S2ലേക്ക് ഇത് പോകും. അപ്പം ഇങ്ങനെയാണ് ഇഫ് ദെൻ എൽസ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വൈൽ ഡു ആണെങ്കിൽ ഇവിടെ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, ട്രൂ ആണെന്നുണ്ടെങ്കിൽ X2ലേക്ക് പോകും. X2ൻ്റെ അകത്ത് ഇവിടെ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണും. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് എന്ത് ചെയ്യും, ഇയിലേക്കാണ് വരുന്നത്. ഇയിലേക്ക് വന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ഇത് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യും. എപ്പം വരെ ഈ ഡോട്ട് കോഡ് ഇത് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഫോൾസ് ആണെങ്കിൽ വയലിന് വെളിയിൽ വരും, അതുവരെ ഇത് റിപ്പീറ്റഡ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഈ ഇഫ് ദെൻ എൽസും വൈൽ ഡൂവും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഗ്രാമർ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഇഫ് നമുക്ക് ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ അല്ലെങ്കിൽ ഇഫ് ദെൻ എൽസ്, വൈൽ ഡു, ഈ 3 എണ്ണത്തിൻ്റെ പ്രൊഡക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ഈച്ച് ഓഫ് ദിസ് പ്രൊഡക്ഷൻ ഈവൺ ഈസ് എ ബൂളിയൻ എക്സ്പ്രഷൻ. ഇതിനകത്ത് എല്ലാം എന്ന് പറയുന്നത് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ. ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നത് ഒരു ട്രൂ ഓർ ഫോൾസ് വാല്യൂ ആയിരിക്കും. ഒരു റിലേഷണൽ ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്ക് ട്രൂ ഓർ ഫോൾസ് ആണ് അവിടെ കിട്ടുക. ടു ഈസ് ട്രാൻസ്ലേറ്റഡ്, നമുക്കിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ആണ് കിട്ടുക. ഇൻ ദ ട്രാൻസ്ലേഷൻ വി അസ്യൂം ദാറ്റ് 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി സിംബോളിക്കലി ലേബിൾഡ് and that the function new label return a new symbolic label each time it is called. അപ്പം ഇതിനകത്ത് എന്താ പറയുന്നത്, ഈ 3 അഡ്രസ് കോഡ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് നമ്മൾ സിംബോളിക്കലി ലേബിൾഡ് ആണ്. ആൻഡ് ദാറ്റ് ദ ഫങ്ഷൻ ന്യൂ ലേബൽ എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത്
എ ന്യൂ സിംബോളിക് ലേബൽ ഈച്ച് ടൈം ഇറ്റ് ഈസ് കോൾഡ്. ന്യൂ ലേബൽ എന്ന് പറയുന്നത് നമുക്ക് റിട്ടേൺ തരുന്നത് ഒരു ന്യൂ സിംബോളിക് ലേബലാണ്. അത് ഓരോ സമയത്തും ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ടൈമിലും ആ ഓരോ ഫങ്ഷനെയും കോൾ ചെയ്യുമ്പോഴത്തേന് ഓരോ സമയത്തും ക്രിയേറ്റ് ചെയ്യുന്ന ലേബലാണ് ഈ ന്യൂ ലേബൽ എന്ന് പറയുന്നത്. വിത്ത് ഈച്ച് ഇ വി അസോസിയേറ്റ് 2 ലേബൽസ്. ഓക്കെ, നമുക്ക് ഈക്കകത്ത് 2 ലേബൽ കാണും. ഒന്നുകിൽ ഇ ഡോട്ട് ട്രൂ, ഒന്നുകിൽ ഈ എക്സ്പ്രഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ എന്താണ് ഇ ഡോട്ട് ഫോൾസ്. അപ്പം 2 എണ്ണമാണ് ഈ എക്സ്പ്രഷൻ വാല്യൂറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ലേബൽ കിട്ടും, ഇ ഡോട്ട് ട്രൂവും ഇ ഡോട്ട് ഫോൾസും. ഓക്കെ, അതായത് ഇ ഡോട്ട് ട്രൂ ഈസ് ദ ലേബൽ ടു വിച്ച് കൺട്രോൾ ഫ്ലോസ് ഇഫ് ഇ ഈസ് ട്രൂ. അപ്പം ഈ ട്രൂ ആകുമ്പോഴത്തേന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഡോട്ട് ട്രൂവിൻ്റെ അകത്ത് കാണുന്നത്, ലേബലായിട്ട് കൊടുക്കുന്നത്. ഈ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തു, അപ്പം ട്രൂ ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ലേബലാണ് ഇ ഡോട്ട് ട്രൂ. അപ്പം ഇ ഡോട്ട് ഫോൾസ് എപ്പോഴായിരിക്കും അപ്പം കൊടുക്കുന്നത്, ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേന് ഫോൾസ് കിട്ടുവാണെങ്കിൽ അതിന് കൊടുക്കുന്ന ലേബലാണ് ഇ ഡോട്ട് ഫോൾസ്. The inherited attribute s dot next is a label that is attached to the first 3 underscore instruction to the executed after the code for s, and another inherited attribute s dot begin is the first instruction of s. അപ്പം ഇവിടെ എസ് ഡോട്ട്, ഇപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ് എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഫസ്റ്റ് 3 അണ്ടർസ്കോർ ഇൻസ്ട്രക്ഷൻ്റെ അകത്താണ്. ആഫ്റ്റർ ദ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, എസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തു. അപ്പം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തടുത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് എസ് ഡോട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുന്നത്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ് എസ് ഡോട്ട് ബിഗിൻ എന്ന് പറയുന്നത്. എസ് ഡോട്ട് ബിഗിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബിഗിനിങ് ഓഫ് ദി സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അപ്പം ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 3 അണ്ടർസ്കോറിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ നമുക്ക് ഇത് ഇവിടെ കണ്ട സിൻറ്റാക്സിലായിട്ട് ഡെഫിനിഷൻ ഓഫ് ഫ്ലോ ഓഫ് കൺട്രോൾ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പം നമ്മൾ ഈ നേരത്തെ ഈ ഫിഗർ പഠിച്ചതാണ് അല്ലെ, ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇത് നോക്കി പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എസ് ഇംപ്ലൈസ് ഇഫ് ഇ ദെൻ S1 ആണ്. അപ്പം ഇഫ് ദെൻ ആണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത്. അപ്പം നമ്മൾ നോക്കി ഇവിടെ എന്താ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഈ ഡോട്ട് കോഡ് ഇത് ജനറേറ്റ് ചെയ്യുവാണ് അല്ലേ. അപ്പം നോക്കിക്കേ, ഇത് ഈ ട്രൂ ആണോ എന്ന് നോക്കൂ. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, S1 എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ന്യൂ ലേബൽ വേണ്ടി വരുന്ന ഇതിനു വേണ്ടി വരുന്നത് എന്താ, ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങോട്ട് എക്സിറ്റ് ആകത്തുള്ളൂ, അതിനുവേണ്ടി ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഡോട്ട് ട്രൂവിന് വേണ്ടി ഇവിടെ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പം നോക്കി, ഈ ഡോട്ട് ട്രൂ ഈസ് ഈക്വൽ ടു ന്യൂ ലേബലിലേക്ക് വന്നു. ഇനി ഫോൾസ് ആണെങ്കിലോ, ഈ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ എസ് കഴിഞ്ഞിട്ട് ഏതാണോ സ്റ്റേറ്റ്മെന്റ് അതായിരിക്കുമല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പം അതാ പറഞ്ഞിരിക്കുന്നത് എഫ് ഇ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക് പോകണം. ഇവിടെ S1 കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, എസ് ഡോട്ട് നെക്സ്റ്റിലേക്കാണ് പോകേണ്ടത്. അപ്പം S1 ഡോട്ട് നെക്സ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക് ഇവിടെ പോകണം. ഇനി കോഡ് ജനറേറ്റ് ചെയ്യുവാണ്. അപ്പം കോഡ് ജനറേറ്റ് ചെയ്യുമ്പം എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കുക. എസ് ഡോട്ട് കോഡ് ഈസ് ഈക്വൽ ടു ഈവൻ ഡോട്ട് കോഡ്. കണ്ടോ, ഇതിൻ്റെ കോഡ് ജനറേറ്റ് ചെയ്യാം. അപ്പൻഡ് ജനറേറ്റ് ട്രൂ ആണോ എന്ന് നോക്കണം. അതാ പറഞ്ഞാൽ ജനറേറ്റ് ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ, കണ്ടോ ഇ ഡോട്ട് ട്രൂ ആണെങ്കിൽ അപ്പൻഡ് ചെയ്യുക. ഏതാ ട്രൂ ആണെങ്കിൽ S1 ഡോട്ട് കോഡ്. ഇത് ഇഫ് ദെൻ എൽസ് ആണ്. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് ട്രൂ ആണെങ്കിൽ ഇവിടെ ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഫോൾസ് ആണെങ്കിലും ഇവിടെ ലേബൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈവൺ, അതായത് നമുക്ക് ട്രൂ ആണെങ്കിൽ S1 ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ S2 ചെയ്യണം. അപ്പം 2 ലേബൽ ഈ വാല്യൂവേറ്റ് ചെയ്യുമ്പോൾ 2 ലേബൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതാ പറയുക ഈവൺ ഡോട്ട് ലേബൽ ട്രൂ ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ, ഈ ഡോട്ട് ഫോൾസ് ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ. ഈ ഡോട്ട് ട്രൂവിനും ഈ ഡോട്ട് ഫോൾസിനും ന്യൂ ലേബൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ S1 ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വരേണ്ടത്, S1 ചെയ്ത് കഴിഞ്ഞാൽ എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക് പോകണം. കണ്ടോ, അപ്പം
S1 ഡോട്ട് നെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക് പോകണം. S2 ചെയ്ത് കഴിഞ്ഞാലോ എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക് തന്നെയാണ്. അപ്പോൾ S2 ചെയ്ത് കഴിഞ്ഞാലും എസ് ഡോട്ട് നെക്സ്റ്റ്. കോഡ് ജനറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എസ് ഡോട്ട് കോഡ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് കോഡ്. ഇ ഡോട്ട് കോഡ് ജനറേറ്റ് ഇ ഡോട്ട് ട്രൂ S1 ഡോട്ട് കോഡ് കണ്ടോ. പിന്നെ ജനറേറ്റ് ഗോ ടു എസ് ഡോട്ട് നെക്സ്റ്റ്. ജനറേറ്റ് ചെയ്തിട്ട് ഫോൾസ് ആണെങ്കിൽ ജനറേറ്റ് ഇ ഡോട്ട് ഫോൾസ് S2 ഡോട്ട് കോഡ്. ഇങ്ങനെയാണ് ഇഫ് ദെൻ എൽസ് എഴുതുന്നത്. വൈലും സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് എഴുതുന്നത്. വൈലിൻ്റെ കണ്ടോ, വൈൽ നമ്മളെങ്ങനെ ചെയ്യാം, E1 ഇ ഡോട്ട് കോഡ് എടുത്തു. ഇ ഡോട്ട് കോഡ് ഇവാലുവേറ്റ് ചെയ്ത് ട്രൂ ആണെങ്കിൽ S1 ഡോട്ട് കോഡ്. പിന്നെ എന്ത് ചെയ്യുക, ഇത് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെയും ഇല്ല, ഇത് ഇത്രം S1 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് എസിലേക്ക് തന്നെ പോകും, എസിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഗോ ടു എസ് ഡോട്ട് ബിഗിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ലേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എസ് ഡോട്ട് ബിഗിൻ ഉണ്ട്, ഇ ഡോട്ട് ട്രൂവിനും ഉണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് ലേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എസ് ഡോട്ട് ബിഗിൻ ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ, ഇ ഡോട്ട് ട്രൂ ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ. ഇതിന് രണ്ടിനും ന്യൂ ലേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇ ഡോട്ട് ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ നെക്സ്റ്റ് എസ് ഡോട്ട് നെക്സ്റ്റിലേക്ക്, അതായത് ഈ വാല്യൂറ്റ് ചെയ്ത് ഫോൾസ് ആണെങ്കിൽ നമ്മൾ എസ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് പോകേണ്ടത്. അത് അവിടെ എഴുതിയിരിക്കുന്നത് ഇ ഡോട്ട് ഫോൾസ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് നെക്സ്റ്റ്. S1 ഡോട്ട് നെക്സ്റ്റ്, S1 ഡോട്ട് S1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം, എസ് ഡോട്ട് ബിഗിനിലേക്കാണ്. അതാ പറഞ്ഞത് S1 ഡോട്ട് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു എസ് ഡോട്ട് ബിഗിൻ. ഇനി ജനറേറ്റീവ് ആണ്, കോഡ് ജനറേറ്റീവ് ആണ്. എസ് ഡോട്ട് കോഡ് ഇസ് ഈക്വൽ ടു ജനറേറ്റ് എസ് ഡോട്ട് ബിൻ, ഇ ഡോട്ട് കോഡ് അപ്പൻഡ് ജനറേറ്റ് ഇ ഡോട്ട് ട്രൂ S1 ഡോട്ട് കോഡ് ജനറേറ്റ് ഗോ ടു എസ് ഡോട്ട് ബിൻ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതുന്നത്. അപ്പം ഇതാണ് വൈൽ ഡു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫിഗർ അറിയാമെങ്കിൽ ഈ ഫിഗർ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മൂന്നെണ്ണം എഴുതാം. ഇതാണ് ബൂളിയൻ എക്സ്പ്രഷൻ്റേത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചത് ബൂളിയൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് ഒരു 3 അഡ്രസ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കനെ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.